ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ വന്ന് ചെങ്കോട്ട ചുരത്തെത്തിയിരിക്കുകയാണ്. നമ്മളിവിടുന്ന് ഒരു ചെറിയ വലിയ ചുരം എന്നല്ല, ഒരു മിനി ചുരം. അപ്പോൾ മിനി ചുരം കയറാൻ പോകണം. ഈ സൈഡിൽ ഫുൾ മാങ്ങ എത്ര വെക്കണമെന്ന് അറിയാമോ? അടിപൊളി മാങ്ങ വെക്കുന്ന കടകൾ. ചുരത്തിൻ്റെ കാഴ്ചകളൊന്ന് കാണാം. നമുക്കിനി ചുരത്തിൻ്റെ കാഴ്ചയിലേക്ക് പോകാം. ഹെവി വണ്ടികൾ പോകുന്നുണ്ട്, ലോഡിങ് വണ്ടികൾ. പൊട്ട 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 പൊട്ട. അങ്ങനെ ചുരം ഇറങ്ങി വണ്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അടിപൊളി ഒരു ആലുണ്ട്, താടിയൊക്കെ തൂങ്ങി കിടക്കണ ആല്. പുനലൂർ ഇവിടുന്ന് 30 കിലോമീറ്റർ യാത്ര. 30 പുനലൂർ. നമുക്കൊരു ബ്രിഡ്ജ് കാണാം, റെയിൽവേയുടെ ബ്രിഡ്ജാണ് അവിടെ ബോർഡ് കൂടെ പോകുന്നത്. അവിടെ ചെങ്കോട്ട പാലല്ലേ, 30 പില്ലർ, ആ പാലത്തിൽ കൂടെ വരുന്ന റെയിലാണിത്. ഇവിടെ ഇടയ്ക്ക് സിഗ്നലുണ്ടാവും, വണ്ടികളൂടെ പിടിച്ചിടും. മുകളിൽ നിന്ന് വണ്ടി ഇറങ്ങി വരുമ്പോഴൊക്കെ ഇവിടെ ബ്ലോക്ക് ചെയ്യാറുണ്ട്. എയർ പിൻ ബെൻഡാണ്. തിരിയേട്ടാ. ആ നിങ്ങളുടെ കുത്തി തിരിക്കി. ബൈക്കാരെ നോക്കാനല്ലോ, ഓരോ ഓടിക്കണവരും ഓടിക്കണവൻ. അങ്ങനെയുണ്ട് ഫോട്ടോമാര്. പോട്ടെ. അത് അവിടെ നിന്ന് വണ്ടി വരുന്നുണ്ട്. പോട്ടെ. ഒരു കേരള വണ്ടി അവിടെ കൂടെ കയറി. അമ്മടുക്കനാ അതിനോട് നിർത്താനുള്ള ക്ഷമല്ല. മൈ ബറ്റാലിയൻ 69 ചെറിയൊരു യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തെങ്കാശിക്കും അതുപോലെ ചെങ്കോട്ടയ്ക്കും ഇടയിലുള്ള ചുരത്തിലൂടെ ഒരു ചെറിയൊരു യാത്ര. ചുരത്തിൽ ചെറിയൊരു തിരക്ക്, 5-6 വണ്ടിയുടെ തിരക്കാണ്. ലോഡും വണ്ടി പോണ കാരണമാണ് ആ തിരക്ക് വരുന്നത്. കയറിപ്പോട്ടെ പോയിക്കോളൂ. അത് പോവല്ലോ ശരിക്ക്. പിന്നെ പോയിട്ടില്ല, ആദ്യം പോയാലും ആ വന്നവരാണെന്ന് വെച്ചാൽ കയറി പോയായിരുന്നു സുഖമായിട്ട്. ചുമന്ന് കയറണം. അവിടെ ഒരു അടിപൊളി ഒരു ആലുണ്ട്. അണ്ണന്മാർക്ക് പിന്നെ തിരുവും വളവൊന്നും പ്രശ്നമില്ല. അവർ റോങ് സൈഡൊക്കെ കയറി പോകും. അവർ കടന്നില്ല. ഭാരത് ബെൻസാണ്. ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. പോവാം. പൈലറ്റ് ആഞ്ഞു വാങ്ങി വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്. വളവൊക്കെ വീശി ഓടിച്ചിട്ട് കേട്ടോ. ഒരു മയല്ലാത്ത ഡ്രൈവിങ്. ആളടിപൊളി ഡ്രൈവിങ് കേട്ടോ. സൂപ്പർ സ്മൂത്ത് ഡ്രൈവിംഗ് ആണ്. മറ്റേ ഞാൻ വെറുതെ പറഞ്ഞ, അല്ലെങ്കിൽ അവൻ്റെ നടി കിട്ടും. ചുരത്തിലൊക്കെ വണ്ടി നിർത്തുമ്പോൾ സൂക്ഷിക്കുക, കുരങ്ങന്മാരുണ്ട്. വണ്ടിൻ്റെ ഉള്ളിൽ ചാടി കയറും ഗ്ലാസ് തുറന്നിട്ടുണ്ടെങ്കിൽ. എന്തിനാ ചവിട്ടിയത്? പോട്ടെ. നമ്മുടെ ആനവണ്ടി വരുന്നുണ്ട് ചുരം ഇറങ്ങിയിട്ട്. ആന വരുന്നുണ്ട്, വഴി മാറിക്കോളെ. നമ്മൾ ആനവണ്ടി പാസ് ചെയ്തു. ഒരു അമ്മച്ചി ഹോട്ടലുണ്ട് അവിടെ. അമ്മച്ചി ഹോട്ടൽ. ഹെവി വണ്ടികളുണ്ടോ, ലോഡിങ് വണ്ടികൾ ഇറങ്ങി വരുന്നത്. അത്യാവശ്യം വലിയൊരു മലയാണ് കേട്ടത്.
നല്ല കാണുമ്പോൾ നല്ല വലുപ്പം തോന്നിക്കുന്നുണ്ട്. അത് തിരിയട്ടെ. ടിപ്പർ ഡബിൾ സൈസുള്ള ടിപ്പറുകളാണ്. നമ്മുടെ പൈലറ്റ് പറഞ്ഞ ഭയങ്കര പഴയ ഗേസ്. ഞാനൊന്ന് വെറുതെ മീറ്ററിൽ നോക്കിയതാ, പേടിച്ചു പോയി. മീറ്റർ 30-40 പേടിച്ചു പോയി. ഭയങ്കര പടയാണ് മുമ്പിൽ. അടിപൊളി പടയാണ്. ഹൈവേ കൂടെ ഒക്കെ 30-40 ഇങ്ങനെ പെട്ടൊക്കെയാണ്. പേടിച്ച് വിറച്ചിട്ടാ വണ്ടിയിൽ ഞാനൊക്കെ ഇരുന്നിരുന്നത്. കുറച്ച് മിസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ. മലയാളത്തിന് മുകളിലൊക്കെ മിസ്റ്റ് ഉണ്ട്, വഴിയിലും ചെറിയൊരു മിസ്റ്റ് ഉണ്ട്. മഴ പെയ്തു പോയി. ഇപ്പം മഴയൊന്നുമില്ല, വെയിലില്ല, നല്ല ക്ലൈമറ്റ്. ഇവിടുന്ന് കോട്ടയം 133 കിലോമീറ്റർ, കൊല്ലത്തേക്ക് 79 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. കേരളത്തിലേക്ക് സ്വാഗതം. ഇതാ കേരള ബോർഡർ എത്തി. അങ്ങനെ നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് എത്തിയിരിക്കുകയാണ് തമിഴ്നാട്ടിൽ നിന്നും. ഇവിടെയൊക്കെ ചെറിയ ഹില്ലേരിയ ആയതുകൊണ്ടാണ് ഈ മിസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയ കടകളൊക്കെ ഉണ്ട് അവിടെ. രണ്ട് സൈഡിലും മരങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായൊരു വഴിയാണ്. നമുക്കിനി കുറച്ച് ദൂരം പോയാൽ നമ്മുടെ ചെങ്കോട്ടയിലെ ബ്രിഡ്ജ് കാണാം കേട്ടോ. റെയിൽവേ ബ്രിഡ്ജ്, കമാനങ്ങളായിട്ടുള്ള 13 പില്ലറിൻ്റെ വളരെ ഫേമസ് ആയ ഐക്കോണിക് ആയ ആ ബ്രിഡ്ജ് നമുക്ക് കാണാം കുറച്ച് കഴിഞ്ഞാൽ. ഇവിടെയൊക്കെ ഒരു തിരിവ് കഴിഞ്ഞ് അപ്പോൾ ഒരു വളവ് കാണും. ആ വളവ് കഴിഞ്ഞ് അപ്പോൾ ഒരു തിരിവും കാണും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ നോക്കിയാൽ നമുക്ക് ദൂരം മലകളൊക്കെ അടിപൊളിയായിട്ട് കാണാം കേട്ടോ. സൂപ്പർ മലകൾ. കൊല്ലം ബീച്ച് 86 കിലോമീറ്റർ ഉണ്ട്. കയറ്റം കയറി കഴിഞ്ഞു. ഇനി നമ്മൾ ചെറിയൊരു ചുര ഇറക്കാണ് കേരളത്തിൻ്റെ ഭാഗത്തുള്ള. അത്ര വലുതൊന്നല്ല, ചെറിയൊരു ഇറക്കം. നമ്മൾ ചുരം ഇറങ്ങുമ്പോൾ എപ്പോഴും കയറി വരുന്ന വണ്ടികൾക്ക് മുൻഗണന കൊടുക്കണം. അവർ ലോഡും വെച്ച് കയറി വരണം. അപ്പം നമ്മൾ എവിടെ സ്ഥലമുള്ള വെച്ചാൽ വണ്ടിയുടെ ഒതുക്കി കൊടുക്കുക. അല്ലാണ്ട് ഇടിച്ചു കുത്തിയിട്ട് അവരെ മുന്നേ പോയിട്ട് അവരെ സ്റ്റോപ്പ് ചെയ്യരുത്. പോട്ടെ 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 പോട്ടെ. പറയാറില്ലേ ബസ്സിന്റെ കൂടെ പോയാ എന്തായാലും തട്ടി നമുക്ക് വീഡിയോ കിട്ടിയിരുന്നു. പോവാ പോവാ. കേരള വനം വകുപ്പ് ഫോറസ്റ്റ് സ്റ്റേഷൻ, ആര്യങ്കാവ് റേഞ്ച്. ആര്യങ്കാവ് എത്തി. ആര്യങ്കാവ് ഞങ്ങളുടെ ഷൊർണൂർ, ഞങ്ങളുടെ അവിടെ ഉണ്ട് ഒരു ആര്യങ്കാവ്. അതൊരു അമ്പലമാണ്, അതിൻ്റെ പേര് ആര്യങ്കാവ് എന്നാണ്. പെട്ടെന്ന് ഞങ്ങൾ അവിടെ എത്തിയ മാതിരി തോന്നി ബോർഡ് കണ്ടപ്പോൾ. ആര്യങ്കാവ് അമ്പലം എത്തി. അവിടെ അടിപൊളി ഒരു ആല് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അവിടെ. അതെ, ആ ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷൻ നമുക്ക് വലത്തുഭാഗത്ത് കാണാം. കേരളത്തിലേക്ക് കടന്നോടുകൂടി ക്യാമറ ക്യാമറ ക്യാമറ. മര്യാദ കാണിച്ചിട്ടില്ലെങ്കിൽ സെൽഫി നമുക്ക് തന്നെ സ്വയം എടുക്കാൻ പറ്റുന്ന ക്യാമറയാണ് ഇവിടെ ഫുൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. തമിഴ്നാട്ടിൽ എവിടെയില്ല ക്യാമറ ഇല്ല, പോലീസും ഇല്ല, ചെക്കിങ്ങും ഇല്ല.
കേരളം കടന്ന് കുടുങ്ങി, കാല് കെട്ടിയിട്ടു. കാശുണ്ടാക്കാൻ ഓരോരോ വിദ്യകളെ. നമ്മുടെ ആനവണ്ടി, തെങ്കാശിക്ക് പോണ ആനവണ്ടി കേട്ടോ. തെങ്കാശി വഴിയിലൊക്കെ സ്വാമിമാരാണ്. ഒക്കെ ശബരിമലയ്ക്ക് പോകുന്നവരും തിരിച്ചു വരുന്നവരുമായ സ്വാമിമാരാണ് കംപ്ലീറ്റ്. ഇവിടെ എവിടെയെങ്കിലും നിർത്തണം കേട്ടോ. ആക്രാന്തം അടിച്ചങ്ങളെ കൊണ്ട് എൻ്റെ ചിലവിലൊരു ടൂർ ഒന്നും കൂടി വരും ഞാൻ. എൻ്റെ ചിലവില് ഫുൾ ചിലവ്. വീട്ടിൽ നിന്ന് ഡ്രസ്സ് എടുത്തിട്ട് പോലെ നല്ലതുണ്ട്, വേറെ ഒന്നും ചിന്തിക്കരുത്. അല്ല അത് പറ്റില്ല, അത് കേട്ടില്ല. അത് പ്രശ്നമാവും. നമുക്ക് മുകളിലെ റെയിൽവേ പോകണാണ് കേട്ടോ. അവിടെ എങ്ങനെ ആ ബ്രിഡ്ജ് കാണാം റെയിൽവേയുടെ. ഇത് നമ്മൾ പറഞ്ഞ 13 പില്ലറല്ല, ആ റൂട്ടിലുള്ള ബ്രിഡ്ജാണ്. കണ്ടോ അവിടെയൊക്കെ വലിയ മലകളുണ്ടാവും, മിസ്റ്റ് കയറി നിൽക്കണ. ഒന്നും പറയാല്ലേ ബായ്, ഒന്നും പറയാല്ലേ ബായ്. അടിപൊളി മല. പ്രകൃതി ഭംഗി അടിപൊളി. ചെറിയ നദി അപ്പുറത്ത് കൂടെ പോകുന്നുണ്ട്. നമുക്കവിടെ ഒരു പള്ളി കാണാം, മുസ്ലിം പള്ളി, മോസ്ക്. നല്ല അടിപൊളി റബ്ബർ എസ്റ്റേറ്റ്, സൂപ്പറായിട്ട്. താഴത്ത് കൂടെ ചെറിയ നദി പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ 30 പില്ലർ ബ്രിഡ്ജിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. അതിസുന്ദരമായ ബ്രിഡ്ജ്, ഒരുപാട് ഫോട്ടോ ലൊക്കേഷനായിട്ട് വന്നിട്ടുള്ള അതിസുന്ദരമായ ബ്രിഡ്ജ്. ഒന്നും പറയാനൊക്കെ അടിപൊളി സ്ഥലം. നമ്മുടെ ബ്രിഡ്ജിൻ്റെ അതിമനോഹരമായ കാഴ്ച. അവിടെ ബ്രിഡ്ജിൻ്റെ വേറൊരു ഭാഗം നദിയെ പോകുന്നുണ്ട്. ഇവിടുന്ന് ഒരു തുരങ്കത്തിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട് നമ്മുടെ റെയിൽ. കണ്ടോ അവിടെ ഒരു മലയുടെ ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട്. അടിപൊളി അടിപൊളി. ചെക്കിങ് പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ്. ഹൈവേ പോലീസ് ചെക്കിങ്. സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കുക, ഹെൽമെറ്റ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ പോക്കറ്റിലെ കാശ് ഇടും. നല്ല അടിപൊളി വഴിയാണ് ഗേസ്. നല്ല രസമായ റോഡ്, മരങ്ങളുടെ ഇടയിൽ കൂടെയുള്ള രസമായ യാത്ര. വെയിലുമില്ല, മഴയില്ല, ഇടിയില്ല, ഒന്നുമില്ല. നല്ല സുഖം. അങ്ങനെ തെന്മല എത്തിയിരിക്കുകയാണ്. തെന്മല
പുനലൂർ 21